ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി.വി. സതീഷിന്റെ പരാതിയിൽ പാലക്കാട് എഎസ്പിക്ക് നോർത്ത് സിഐ റിപ്പോർട്ട് സമർപ്പിച്ചു. BNS 356 പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ലെന്നും കോടതിയുടെ അനുമതിയോടെ മാത്രമേ കേസെടുക്കാൻ കഴിയൂവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇ.എൻ. സുരേഷ് ബാബുവിനെതിരെ പോലീസ് കേസെടുക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലീസ് കേസെടുക്കില്ല എന്നുള്ളത് തെളിയിപ്പിച്ചിരിക്കുകയാണ്. കാരണം പോലീസുകാരുടെ നിസ്സഹായാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവരുടെ തലയിൽ തൊപ്പി നിലനിൽക്കണമെങ്കിൽ ഇ.എൻ. സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാൻ അവർക്ക് കഴിയില്ല. നമുക്ക് പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുത്തിട്ടില്ല, ഒരു തെളിവില്ല, പരാതിയില്ല. എന്നിട്ടും കേരള പോലീസ് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നീതി എന്തിനാണ്? ഇത് പോലീസിന്റെ ഇരട്ടത്താപ്പാണ്, സർക്കാരിന്റെ ഇടപെടലാണ് ഈ കേസെടുക്കാത്തതിന് കാരണം. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടിലുള്ളത്? കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നോർത്ത് CI അറിയിച്ചിട്ടുള്ളത്. ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഈ അപകീർത്തി കേസാണ്. അതുകൊണ്ട് കോടതിയാണ് ഇതിൽ ഒരു തീരുമാനം പറയേണ്ടത്. കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നുള്ള റിപ്പോർട്ടാണ് ASPക്ക് SHO നൽകിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിനെ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തേനെ. ഈ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് പോലീസ് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്.